ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങളെ കാഫിയത്തോടെ ഉണ്ടോ? നിങ്ങളെ കാണാറുണ്ടായില്ല കൊറേ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ എവിടെയോ പോയി. നിങ്ങൾ അന്ന് മറ്റേ പ്രവാചകത്വത്തിന്റെ തെളിവായിട്ട് വരാൻ പിന്നെ ഇപ്പൊ വരും വിചാരിച്ചു. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ ഫീൽഡിലേക്ക് വന്ന് ഇന്നിപ്പോ ഞാൻ ഫേസ്ബുക്ക് എടുത്തപ്പോഴേ നിങ്ങൾ എന്റെ ഫോട്ടോയോ വീഡിയോ എന്തോ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ടോ. അപ്പൊ നിങ്ങളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചപ്പോ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ചു വിളിച്ചാണ്. ഇത് പുതിയ റെക്കോർഡിംഗ് ആണോ? റെക്കോർഡിംഗ് കുറപ്പല്ലേ? നിങ്ങൾ ആ പോസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ വേറെ ഒരു പാലക്കാടുകാരൻ ഒരു ബിലാലുണ്ട്. ബിലാൽ പറഞ്ഞ ഓമന പേരാണ്. പുള്ളി ഇതേപോലെ ഇങ്ങനെ വേറെ ഫേക്ക് ഐഡികളിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഞാനത് പരാജയപ്പെട്ടു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ആ പ്ലാൻ ഒരു മിനിറ്റ്, ആ പ്ലാൻ പൊളിഞ്ഞു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല, നിങ്ങൾ റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഒരു കാര്യം പറയാം. പ്രവാചകത്തിന് തെളിവായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണോ പറഞ്ഞത് അതിനൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തന്നതൊക്കെ നമ്മൾ കണ്ടിട്ടും ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്, അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടു. ഞാൻ നിങ്ങൾ ആ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ആടിനെ പറ്റി സംസാരിക്കുമ്പോൾ കൊണ്ടുപോയി തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി പറയുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ അങ്ങനെ പിന്മാറിയത് ആയിക്കോട്ടെ. ഇനി നിങ്ങൾ പറയാം, അതായത് ഈ വീഡിയോയില് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ വിഷയം പറയണം കേട്ടോ, ഈ വിഷയം സംസാരിക്കണം. മറ്റേ നിങ്ങൾ എത്ര വേണേ പറഞ്ഞോളൂ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വീഡിയോ ഒന്ന് മാറി നിൽക്കാൻ കാരണം നിങ്ങളെ പോലെ സംസാരിക്കുന്നത് പോലെ കഴിഞ്ഞ ഏപ്രിൽ 21 എന്റെ വാപ്പിച്ചായിട്ട് ഞാൻ ഇതുപോലെ രാത്രി 9 മണിക്കാണ് ഞാൻ വാപ്പിച്ചായിട്ട് സംസാരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് മനുഷ്യൻ, തലേന്ന് പറയാ സുബൈക്ക് പള്ളി പോയ മനുഷ്യൻ രാത്രി പെട്ടെന്ന് രാവിലെ നോക്കുന്ന മരണപ്പെട്ട് കിടക്കായിരുന്നു. അത് ഭയങ്കര ഷോക്കാണ്. കാരണം എന്റെ കമ്പനിയിലെ എന്റെ പേഴ്സണൽ, അപ്പൊ എനിക്ക് കൂടുതൽ അല്ല എന്റെ ബിസിനസ്സിലൊക്കെ എനിക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു. കാരണം എന്റെ വാപ്പ മരണപ്പെട്ട കാരണം അത് ഷോക്കാണ്. അതായത് ഹെൽത്തി ആയ മനുഷ്യൻ പെട്ടെന്ന് ഉറക്കത്തിൽ പോകാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറിയത്. അതുപോലെ നിങ്ങൾ ഇതിലേക്ക് വരുന്ന ഈ വിഷയത്തിലേക്ക് വരും. അതായത് ഈ വീഡിയോയില് ഞാൻ ഒരു പദ്ധതിയായിട്ട് വന്നു, എന്റെ പദ്ധതി പൊളിഞ്ഞു എന്നതല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതാണ് നിങ്ങളുടെ ഈ മനസ്സിലാക്കലിന്റെ പ്രശ്നം. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അവിടെ ഇരിക്കുന്ന പല വിദ്വാൻമാരും അതിനു മുൻപ് എന്നോട് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുകയും ഞാൻ ദൈവവിശ്വാസി അല്ല എന്ന് പൂർണ്ണമായിട്ട് അറിയുകയും ചെയ്യുന്ന ആളാണ്. അവരോട് ഞാൻ ചെന്നിട്ട് എനിക്കുണ്ടായ ഒരു പ്രേതാനുഭവം എന്ന് പറയുമ്പോൾ അവരതിൽ ചാടി വീഴുമെന്നും അതിൽ കൊത്തുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് പൊട്ടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങളുടെ ഒരു നിലവാരം എവിടെയാണെന്ന് ആലോചിച്ചു. ഞാൻ നിങ്ങളെ മനഃപൂർവ്വമാക്കാൻ വേണ്ടിയിട്ടില്ല. അല്ല, ഞാൻ പറയാ, അതായത് അതിലിരിക്കുന്ന ആളുകള് ഈ അന്ധവിശ്വാസ കച്ചവടക്കാർക്ക് മുഴുവൻ അറിയാം ലിയാഖത്ത് ആരാണെന്ന്, അല്ലേ? അപ്പൊ അവിടെ ഇരിക്കുന്ന, അത് മാത്രമല്ല, രണ്ട് പക്ഷത്തായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഇപ്പുറത്തിരിക്കുന്ന ഒരാള് ഒരു പ്രേതകഥ പറയുമ്പോൾ, എന്റെ ഒരു അനുഭവം പറയാം എന്ന് പറയുമ്പോ അത് അവർ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങളുടെ ഒരു നിലവാരം, അതായത് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന നിലവാരം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ലിയാഖത്ത് അതില് ഒരാള് തന്നെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ലിയാഖത്തിന്റെ പ്ലാൻ ഇന്നതായിരുന്നു എന്ന്. സിമ്പിൾ. അത് അവരെ ഇനി കേട്ടോ ഒരു മിനിറ്റ്. ആ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ടോ? ഞാൻ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. അതാണ്. പറയട്ടെ, നിങ്ങൾ കേൾക്കുക. അതായത് ഇത് അതായത് ഞാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുകയും എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കിട്ടുമെന്ന് നോക്കിയിരിക്കുകയും ചെയ്തിട്ടൊന്നും കിട്ടാതെ മറുപടി പറയാൻ ആവതില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു തൂറി തോൽപ്പിക്കൽ പരിപാടിയാണ് ഇപ്പൊ ഈ നടന്നത്. അതിൽ തന്നെ അവർ വീഡിയോ കണ്ടിട്ടില്ല. എന്റെ പ്ലാൻ അത്ര തന്നെ ഉള്ളൂ. അതായത് അവര് പറയാ അതൊരു രസകരമായ കഥയാണ്. സിമ്പിൾ. അവരുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രേതകഥകളും എല്ലാ ജിന്നുബാധകളും ഇതുപോലത്തെ അനുഭവങ്ങളാണ് എന്ന് അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യലായിരുന്നു. അത് വളരെ എന്റെ പ്ലാൻ അവിടെ വളരെ കൃത്യമായിട്ട് പ്ലാൻ വിജയിച്ചു. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാതെ എന്റെ പ്ലാൻ ഇത്രേ ഉള്ളൂ. അതായത് പ്രേതം ഭൂതം വിഷയത്തിൽ ചർച്ച ചെയ്യണതിൽ ഞാൻ ലിയാഖത്തിന്റെ പ്രേതം ഭൂതം എന്ന് പറയുന്നത് കുറെ പേര് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഈ പോസ്റ്റിന്റെ സാങ്കത്യം ഞാൻ നിങ്ങളുടെ പോസ്റ്റ് കണ്ടോണ്ട് വിളിച്ചാലോ. നിങ്ങളെ പോസ്റ്റ് കണ്ടപ്പോ നിങ്ങൾ ഓർമ്മ വന്നു. അതേ സമയത്ത് ഇതൊരു നരേഷനായിട്ട് കൊണ്ട് നടക്കുകയും ഇത് വെച്ച് ബിൽഡ് ചെയ്തിട്ട് ലിയാഖത്ത് തേഞ്ഞു അല്ലെങ്കിൽ ലിയാഖത്ത് ഒരു കഥ പ്ലാൻ ചെയ്ത് വന്നു പൊളിഞ്ഞു എന്ന് വന്നാൽ പോലും അങ്ങനെ സംഭവിച്ചാൽ പോലും അതിനകത്ത് ഒന്നും ആഘോഷിക്കാനില്ല. ഒന്നാമത്തെ കാര്യം.
നമ്മളിപ്പോ നമ്മൾ പ്ലാൻ ചെയ്യണ എല്ലാ കാര്യവും നടക്കൂലല്ലോ. തമാശ രീതിയിൽ ഇട്ടുന്നുള്ളൂ. അത് മനസ്സിലായി, ഞാൻ പറയാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ എവിടെയാണ് ഇതിനകത്ത് മണ്ടന്മാരാവുന്ന വെച്ചാൽ, എന്റെ പ്ലാൻ അവിടെ ക്ലിയർ ആയിട്ട് വന്നു. അതായത് മറ്റുള്ള ആളുകളൊക്കെ അവിടെ പ്രേതകഥകൾ പറയുന്നത് വ്യക്തി അനുഭവങ്ങളാണ് അല്ലേ. ഇപ്പോ നമ്മള് അലക്സാണ്ടർ ജേക്കബ് പറയുന്ന അയാളുടെ വ്യക്തി അനുഭവങ്ങളാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ പറയുന്ന വ്യക്തി അനുഭവമാണ്. എന്റെ വ്യക്തി അനുഭവം ഞാൻ പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാം എന്ത്, അതെന്തോ ഒരു രസകരമായ ക്ലൈമാക്സ് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനുള്ളതാണെന്ന്. ദാറ്റ് മീൻസ് എല്ലാ പ്രേതകഥകളും ഈ പ്രേതകഥ പറഞ്ഞ് ചികിത്സിക്കുകയും പൂജ നടത്തുകയും അതിനകത്ത് മറ്റേ എന്താ സാധനം ഓജോ ബോർഡ് കളിക്കുകയും ചെയ്യുന്ന ഇവർക്കൊക്കെ അറിയാം ഇതൊക്കെ ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. അതിനെ ചൂഷണം ചെയ്യുന്നവരാണ് അവര് പക്ഷെ എന്റെ അനുഭവം പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയുന്നു, അത് രസകരമായ എന്തോ അനുഭവമാണ്. രണ്ട് രീതിയിലാണ് ആളുകൾക്ക് പ്രേതാനുഭവം ഉണ്ടാവുന്നത്. ഒന്നുകിൽ ഇതുപോലുള്ള നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന തമാശകൾ, രണ്ടാമത്തത് മനുഷ്യന്മാരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, പല മാനസിക പ്രശ്നങ്ങളുണ്ട്, സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ ഇതില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ പ്രത്യേകിച്ച്, ഇവരുടെ ആളുകള് ജിന്ന് ചികിത്സ ചെയ്യുന്നവരില്ലേ, മനുഷ്യന്മാരുടെ മേത്ത് ജിന്ന് കയറിയതാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട്. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ആളെന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം. ലോകത്ത് പലയിടത്തും ഇങ്ങനെ മനുഷ്യരിൽ ജിന്ന് ബാധ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യരെ പീഡിപ്പിക്കുകയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന, പല തരത്തിൽ ഇത് ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന കച്ചവടം ചെയ്യുന്ന ആൾക്കാരില്ലേ? നിങ്ങൾക്ക് അറിയില്ലെന്ന് ഞാൻ ചോദിച്ചതാ. ഞാനൊരുപാട് എന്നെക്കൊണ്ട് അവരിൽ അന്ധവിശ്വാസത്തിനെതിരെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഞാനൊരു സജീവമാണെന്നുണ്ട്, സമയം കിട്ടാത്തത് കൊണ്ടാണത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഈ സാധനം ഇങ്ങനെയാണ്. ഇപ്പൊ എന്റെ അനുഭവം ഞാൻ ആ വീഡിയോയിൽ പിന്നീട് ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്റെ അനുഭവം അവർക്ക് തമാശ മനസ്സിലാവുന്നു. അതേ സമയത്ത് ഞാൻ ഈ അനുഭവം പിറ്റേ ദിവസം, അന്ന് ഞാൻ പനിച്ചു കിടന്ന് പിറ്റേ ദിവസം ഞാനൊരു ജോലിസിന്റെ അടുത്തോ ഒരു തങ്ങളുടെ അടുത്തോ പോയി പറഞ്ഞാൽ അവര് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിന്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചു തരികയും പരിഹാരം നിർദ്ദേശിക്കുകയും പൂജ പറയുകയും ചെയ്യൂലേ? തീർച്ചയായിട്ടും. അതാണ് തട്ടിപ്പ്. ആ തട്ടിപ്പാണ് ഇവർ ചെയ്യുന്നതെന്ന് അവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത സാധനമാണത്. അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അത് ക്ലിയർലി എക്സിക്യൂട്ട് ചെയ്ത സാധനമാണ്. അതിന്റെ ആദ്യ പകുതി കണ്ടിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് പറയാം. ഞാൻ ഒരു സുന്നി കുടുംബത്തിലുള്ള ആളായിരുന്നു. എന്റെ ഒരു +2 ഒക്കെ വരെ എന്റെ വീട്ടുകാരും അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ എന്നെ ഇതേപോലെ തന്നെ ഉസ്താദന്മാരുടെ അടുത്ത് കൊണ്ടുപോവുകയും മന്ത്രിച്ചു കൊടുക്കുകയും ഇതുപോലെ എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവര് അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചാവണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഇതിനൊക്കെ മാറി അവസാനം ഒരു വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എനിക്ക്. അവരോട് ഇതെല്ലാം പള്ളിയിൽ നിന്ന് പുറത്താക്കി അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാനത്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആശയത്തിലേക്ക് പോയി? ജമാഅത്തില്ല, ഞാൻ ജമാഅത്തിലേക്കല്ല. എനിക്ക് അന്ന് ജമാഅത്ത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ സിയാറത്ത് യാത്ര നടത്തി. അതിന് +2 കാലഘട്ടത്തിൽ സിയാറത്ത് ഏർവാടി ഒന്നുമല്ല, മീൻസ് ഇവിടെയൊക്കെ തന്നെയാണ്, മലപ്പുറം ജില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള കുറെ കർത്തവ്യങ്ങൾ ചേർന്ന് അങ്ങനെയുള്ള ലോക്കൽ ഇതായിരുന്നു. ഞാൻ SSF ഉണ്ടായിരുന്നു. അപ്പൊ സിയാറത്ത് യാത്രയിൽ അതിൽ വിഭാഗത്തിന്റെ AP എന്നൊന്നും അറിയാൻ പാടില്ല, ഒരു സംഘടന വളർന്നു വന്ന മദ്രസയിലെ ഇവിടെ SSF എന്ന് പറയുന്നത് AP ആണ്, മറ്റേത് അതന്നെ AP തന്നെ. പക്ഷെ APയുടെ ആരാധന അറിയാൻ പറ്റില്ല. മീൻസ് അത് അങ്ങനെ AP ആണെന്ന് അറിഞ്ഞിട്ട് SSF പറഞ്ഞ ഇതല്ല. അത് നമ്മുടെ മദ്രസയിലെ കൂട്ടുകാരന്മാർ SSF ആണ്. അങ്ങനെ വന്നു. സിയാറത്ത് യാത്രയിലുള്ള കാഴ്ചകള്, നിങ്ങൾ തിരക്കിലാണോ? അല്ലല്ലോ, പറഞ്ഞോ. കാഴ്ചകൾ എന്റെ യുക്തിക്ക് ചേർന്നല്ലായിരുന്നു. അവിടെയുള്ള ഖബറിനെ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഉസ്താദന്മാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തത് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ഉസ്താദന്മാർ അങ്ങനെ പറഞ്ഞു തരും. ഞാൻ പിന്നെ ഒന്ന് ഖുർആൻ റെഫർ ചെയ്യാൻ അന്നൊന്നും മലയാളം കിട്ടാനൊന്നും ഇല്ല. ഒരുപാട് അങ്ങനെ കുറച്ച് പഠിച്ച് അങ്ങനെ ഇതിന്ന് പുറത്ത് കിടന്നു. അതായത് ഈ പുറത്ത് കിടന്നു പറഞ്ഞാൽ ഞാൻ ട്രാൻസിഷൻ ഉണ്ട് എന്റെ. ഇങ്ങനെ തന്നെയാണ് എന്റെ ട്രാൻസിഷൻ. പക്ഷെ നിങ്ങൾ റബ്ബില്ലാന്ന് നമ്മൾ തനിയെ ഉണ്ടായെന്ന് വിശ്വസിക്കാൻ മാത്രം എനിക്കറിയില്ല. നിങ്ങൾ അത് സമയം ഞാൻ പറഞ്ഞാല് നമ്മൾ ജനിച്ച് ജീവിച്ച സുന്നി മതത്തിൽ, സുന്നി വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അതിലുള്ള ഷിർക്കിന്റെ വംശങ്ങൾ മനസ്സിലായി, അതിന്റെ വശങ്ങൾ കണ്ട് അത് അനിസ്ലാമികമാണെന്ന് മനസ്സിലാക്കിയ അതേ ലോജിക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രയോഗിക്കുന്നത്. സെയിം. അത് എനിക്ക് ക്ലിക്ക് ആയതും നിങ്ങൾക്ക് ക്ലിക്ക് ആവുന്നതും വേറെ വേറെ സാധനങ്ങളായിരിക്കും മാത്രം. ഓണസ്റ്റ് ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതേപോലെ ചർച്ച നടത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടാം, എന്നിട്ട് അതിനെ പറ്റി അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. നിങ്ങളൊരു ഇമോഷന്റെ സമയത്ത് അങ്ങനെ തോന്നിയതാണ് നിങ്ങൾക്ക്. നമ്മൾ അങ്ങനെയല്ല. ഞാൻ പറയും നമ്മൾ ഓണസ്റ്റ് ആവാം. കാരണം ഏത് നാളെ നേരം കൊടുക്കും. എന്റെ വാപ്പ
ഇവർക്ക് പ്രായമൊന്നുമില്ല. പക്ഷെ പുള്ളി കൂളായിട്ട് വർത്താനം പറഞ്ഞൊക്കെ കിടന്ന മനുഷ്യൻ രാത്രി എങ്ങനെ, കാരണം രാവിലെ നമുക്ക് മരച്ച കിടന്നതാണ്, മിക്കവാറും 2 മണിക്കാണ് മരണപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ഇത്ര ഉള്ളൂ നമ്മളെന്ന് പറയുന്നത്. അപ്പൊ പഠനത്തിനൊന്നും ഓണസ്റ്റ് ആവാം. അതിൽ സംശയമൊന്നുമില്ല, നമ്മൾ അങ്ങനെ മരണപ്പെടാം എപ്പോഴും. ഞാൻ എനിക്ക് ശമ്പളം കിട്ടി. പക്ഷെ എന്നെ സംബന്ധിച്ചെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഈ മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ പേടിച്ചിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളൂ. ആ പേടി കൊണ്ട് ഞാനിനി അടുത്ത എന്റെ വീഡിയോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ മരണത്തെ പറ്റി അന്വേഷണം നടന്നു ഈ ഒരു വർഷം. കാരണം എന്റെ വാപ്പ മരിച്ചപ്പോ എനിക്ക് അറിയണം എന്റെ വാപ്പാക്ക് ഇപ്പൊ എന്താണ് അവസ്ഥ, എന്റെ വാപ്പ ഏതൊരു ഘട്ടത്തിൽ കൂടി ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. കാരണം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ എന്റെ പഠനം മൊത്തം മരണത്തെ പറ്റിയായിരുന്നു. ഞാൻ ഇനി ചെയ്യാൻ പോണ വീഡിയോയും മരണത്തെ പറ്റിയിട്ടാണത്. മരണം പേടിക്കേണ്ടതല്ല. പക്ഷേ ഈ ഉസ്താദന്മാര് പറഞ്ഞു സക്രാത്തിന്റെ മൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് വെച്ചു വല്ലാത്തൊരു ഇതിലേക്കാണ്. ഷജീർ ഭായ്, നമ്മൾ മരിക്കുന്ന സമയത്ത് സക്രാത്തുൽ മൗത്ത് എന്ന് പറയുന്ന സാധനത്തില് ഈ റൂഹ് പിരിയുന്ന ഘട്ടം എന്ന് പറഞ്ഞിട്ട് മൂലയന്മാര് പറഞ്ഞ് പേടിപ്പിക്കുന്ന വയലുങ്ങൾക്ക് ഓർമ്മല്ലേ? അതായത് ഒരു പട്ടിലിന്റെ കൂട്ടത്തിൽ ഒരു പട്ട് തുണി പെട്ടാല് എങ്ങനെയായിരിക്കും അതുപോലെ വേദന, സഹിക്കാൻ പറ്റാത്ത വേദന എത്രത്തോളം. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഈ തമ്മിൽ അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, മീൻസ് അതായത് ഈ ഒരു സിറാത്തുന്ന പാലം കെട്ടിയിട്ട് അതുമ്മ കൂടി നടത്തിക്കല്, അങ്ങനെ കുറെ ഉസ്താദന്മാർക്ക് ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ എവിടെയാണ്. മാത്രല്ല ഈ ഇതില്ലേ നമ്മുടെ ഈച്ച, അപ്പൊ നമ്മൾ ഈ മയ്യത്തിന്റെ മുകളിൽ ഈച്ച വന്നിരിക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ. ഈച്ച വന്നിരിക്കുന്ന സമയത്ത് ഒരു ആന ചവിട്ടുന്നത് പോലത്തെ ഫീൽ ആയിരിക്കുന്നതാണ് ഉസ്താദന്മാര് പറഞ്ഞ് പേടിപ്പിക്കുക കുട്ടികളെ. ഇതൊക്കെ എന്തിലൊരു, അതായത് ഞാൻ പറഞ്ഞത് ഈ പേടിയിലാണ് ഈ കുട്ടികളെ പുഴുങ്ങിയെടുക്കുന്നത്. പിന്നെ എങ്ങനെ ചിന്തിക്കും? നമ്മൾ അതിലല്ലേ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഈ ഉസ്താദുമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിത്തനയിൽ നിന്നാണ് ആളുകൾ, അല്ലാണ്ട് ഇതല്ല ഒന്നും. ഞാൻ അതിൽ നിന്നൊക്കെ ആദ്യമേ കടന്നതാണ്. നമ്മൾ പഠനം മുന്നോട്ട് പോകുമ്പോ എന്നെ സംബന്ധിച്ച് ഞങ്ങളോട് പറയാം, ഞാന് ദൈവവിശ്വാസി ആയിരിക്കുകയാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ദൈവം ശക്തി ഉണ്ട്, അതില്ലാതെ പറ്റില്ല എന്ന ബോധ്യത്തിൽ നിൽക്കെയാണ് ഇസ്ലാം ദൈവികമല്ല എന്നുള്ള നിലപാടിലേക്ക് പോകുന്നത്. അപ്പൊ ആ പഠനം വേറെ രീതിയിലാണ്, നിങ്ങളെ ചിന്തിക്കുന്നത് വേറെ ആംഗിളിലാണ്. വ്യത്യാസമുണ്ട്. അത് ഓരോ വ്യക്തികളും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ കാണുന്നത്. പക്ഷെ ആ കാഴ്ചപ്പാട് ഒരു ഹോണസ്റ്റ് ആയാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയൂ. 100%. നമ്മളിപ്പോ നാളെ മനുഷ്യരുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ പഠനം ഹോണസ്റ്റ് ആണെങ്കിൽ റബ്ബിന്റെ അടുത്ത് പറയല്ലോ, പഠിച്ചോനെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ സത്യസന്ധനായിരുന്നു എന്റെ പഠനത്തിന്. ഇങ്ങനൊരു പഠിച്ചോനുണ്ടെങ്കിൽ തന്നെ എനിക്ക് പേടിയില്ല. കാരണം ഞാൻ നമ്മുടെ ബോധ്യത്തോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ നമുക്ക് ഈ പറഞ്ഞ തന്നെ ആളുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാം, നോ പ്രോബ്ലം. അതായത് നമ്മൾ പരസ്പരം റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല, ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ പോയിന്റുകൾ നിങ്ങളെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ മെമ്മറിലേക്ക് വരും. എന്നെ സംബന്ധിച്ചിട്ട് ലൈവിൽ എനിക്ക് എത്രത്തോളം, കാരണം നമുക്ക് റെഫർ നിർബന്ധമല്ല ലൈവ് തന്നെ വേണമെന്നില്ല. ഞാൻ അങ്ങനെ ആളുകളെ തോൽപ്പിക്കാൻ നടക്കുന്ന ആളെ അല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇതിപ്പോ എനിക്ക് ഇന്നലെ ഞാൻ പറയാ എന്റെ കാര്യം പറയാം. നമ്മളെ സംബന്ധിച്ച് ഇസ്ലാമിസ്റ്റുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആളുകളുടെ നിന്നുള്ള സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന ആളാണ് ഷജീർ എന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്ന ആളാണ്, അക്നോളജ് ചെയ്യുന്ന ആളാണ്. ഷജീർ മാത്രമല്ല, വേറെ നമ്മുടെ ഒരു ശുക്കൂർ വരിക്കോടനുണ്ട്. ആളുകൾ പലരും പരിഹസിച്ച് പറയും, പക്ഷെ ആള് ജെനുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മൾ ചിന്താരീതികൾ വ്യത്യാസം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതേ സമയത്ത് വേറെ, അതായത് ഇന്റൻഷനലി ആളുകളെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഇന്റൻഷനിൽ വർക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ സംസാരിക്കാറുമില്ല, ഫോൺ ചെയ്യാറുമില്ല. അതിപ്പോ നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഇടൂല. അത് വേറെയാണ്. മനുഷ്യരെ അങ്ങോട്ട്, അതിപ്പോ ഞാൻ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും കൂടെ കൂട്ടാറില്ല. മനുഷ്യരോട് ഡിസ്റെസ്പെക്ട് കാണിക്കുന്ന ആൾക്കാരെ ഞാൻ അടുപ്പിക്കാറില്ല. നുണ പറയുന്ന ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ പിന്നെ അത് ആ ഒരു ബന്ധത്തിൽ അങ്ങനെ മുന്നോട്ട് പോകില്ല, പ്രത്യേകിച്ച് സൗഹൃദങ്ങളില്. എനിവേ, ഇപ്പൊ വീട്ടുകാരൊക്കെ എല്ലാരും റിക്കവർ ആയോ ഈ ഒരു അവസ്ഥ? എന്നായിരുന്നു മരണം വാപ്പാന്റെ? ഒരു വർഷമായി. പിന്നെ അത് കഴിയുമ്പോ കുറെ ഉത്തരവാദിത്തം കൂടി പെട്ടെന്ന് വരും അല്ലെ? എന്റെ 40 വയസ്സായതിന്റെ അന്ന് രാത്രിയാണ് വാപ്പ മരണപ്പെട്ടത്. അതായത് കറക്റ്റ് എനിക്ക് 40 വയസ്സായി അന്ന് രാത്രി വാപ്പിച്ചു പോയി. ഏതാ വാപ്പക്ക് എത്ര വയസ്സ് തന്നെ? വാപ്പിച്ചിക്ക് 68 വയസ്സ്. 68 ആയുള്ളൂ അല്ലേ? 68. ബിസിനസ്സിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നോ? അന്ന് രാത്രി എന്റെ കമ്പനി അടച്ചത് വാപ്പിച്ചല്ലേ. കമ്പനി പോയി ഭായിമാരുടെ കാര്യങ്ങളൊക്കെ നോക്കി, അവർക്ക് രാത്രി ആള് ഹെൽത്തി ആയിരുന്നു. എന്താ അറിയില്ല, നമ്മളെത്ര ഉള്ളൂല മനുഷ്യൻ പറയുന്നത്. ഓക്കെ, എന്തായാലും ഓക്കെ.